ഹലോ ഗേസ്, അപ്പോൾ നമ്മളെ വീഡിയോ എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളെ വീഡിയോ എല്ലാവരും കാണുക, പിന്നെ അത് കണ്ടിട്ട് ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമ്മൾ നാട്ടിൽ നിന്ന് തിരുവോണക്കായിട്ട് ഇതിൻ്റെ ഓണസാരത്തിൻ്റെ സാരിയൊക്കെ എടുത്തിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ മാൾക്ക് കറങ്ങാൻ വന്നതായിരിക്കും, ടാക്സിക്ക് വിളിച്ചിട്ടാണ് വരുന്നത്. അപ്പോൾ ഞാൻ മാളിൽ കൂടി നേരെ ബീച്ച് എടുക്കാൻ പോകാനുള്ളത്. അപ്പോൾ ഫോണിൻ്റെ ഇടയ്ക്ക് നല്ല അടിപൊളി കാർ വരണേ, ഏത് സ്ഥാനം നോക്കി എന്താല്ലേ. പിന്നെ ഇത് മാളിൻ്റെ ബാക്ക് സൈഡ് കേട്ടോ. ബാക്ക് സൈഡ് വെച്ചാൽ ഇവിടുന്ന് എൻട്രൻസ് ഉണ്ട്, അകത്ത് കിടക്കാൻ പറ്റും. അപ്പം ഇനി ഞങ്ങൾക്ക് എൻ്റെ അടുത്ത പ്ലാൻ എന്താണെന്ന് വെച്ചാൽ, ഇനി നമ്മളെ ചങ്ങായിമാർക്ക് വരുന്നുണ്ട്. അപ്പോൾ ഓരോ കൂടെ കുളിക്കാനുള്ള പരിപാടിയാണ്. കടലിലിറങ്ങുക. കുറേ ആയി കടലിലിറങ്ങിയിട്ട്, ഇപ്പോൾ ഒരു വർഷത്തിന് മേലായി. നമുക്ക് ഇവിടുന്ന് ഇനി റോഡ് ക്രോസ് ചെയ്യണം. അപ്പോൾ സിഗ്നലവിടെ പച്ച നിൽക്കുകയാണ്. അപ്പം ഇനി ചുവപ്പ് തട്ടിയാലേ പോകാൻ പറ്റുള്ളൂ, വണ്ടി നമ്മളെ കൊണ്ട് പോകും. എന്താണെന്ന് വെച്ചാൽ നമ്മളിവിടെയൊക്കെ റോഡ് ക്രോസ് ചെയ്യുമ്പോൾ നമ്മളെപ്പോഴും ശ്രദ്ധിച്ച് പോവുക. രണ്ട് സൈഡും നോക്കിയിട്ട് വണ്ടിയൊക്കെ വരുന്നില്ലെന്ന് ഉറപ്പ് വെച്ചിട്ട് ക്രോസ് ചെയ്യുക. അതേമാതിരി സിഗ്നലിലോട്ട് നമ്മൾ സിഗ്നൽ റെഡ് ആയതിനു ശേഷം മാത്രം ക്രോസ് ചെയ്യാൻ നോക്കുക. പിന്നെ ഒന്നാമത് വണ്ടികൾ നല്ല സ്പീഡിലൊന്നും വരില്ല, അപ്പോൾ അവർക്ക് കൺട്രോൾ കിട്ടില്ല. അപ്പോൾ നമ്മളങ്ങനെ ശ്രദ്ധിച്ച് പോവുക. തട്ടിൻ്റെ ശേഷം പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ ഗൾഫിലുള്ളവർക്ക് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. പിന്നെ അതിൽ ഞാൻ നേരെ അങ്ങോട്ട് ബീച്ച് സൈഡിലേക്ക് പോവുകയാണ്. എന്താണെന്നാ പറയുക, എപ്പോഴാണ് വരുന്നത് നമുക്കറിയില്ല. നമ്മളെന്തെങ്കിലും പോയി നോക്കുക, എന്നിട്ടല്ലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പം അങ്ങനെ ലാസ്റ്റ് അടുത്ത സ്ഥലത്തെത്തിക്കണേ. പിന്നെ ഇനിയിപ്പോൾ ഇവിടെ ചെക്കന്മാർ ഇങ്ങോട്ട് വരാറിരിക്കണേ. ഇനി ഇവിടുന്ന് ഞങ്ങൾ ചെറിയ ചാടി കളിക്കാണ്ട് കുളത്തിലൊന്ന് കടലിൽ ചാടി കളിക്കാണ്ട്. അപ്പോൾ നല്ല ചൂടുണ്ട്, വേർക്കൽ തുടങ്ങി നന്നായിട്ട്. വേപ്പൊക്കെ പോയി വീണ്ടും വേർക്കൽ തുടങ്ങി. ഇനി അതെല്ലാം ഇതിലേക്ക് ഇറങ്ങണം. പിന്നെ അവരെ കാത്തിക്കാണ്, അവരിങ്ങോട്ട് വരാറുണ്ട്. ഒരുപാട് നേരമായി ഇതുവരെ എത്തിയിട്ടില്ല. ഞാൻ അവിടെയൊക്കെ കറങ്ങിയിട്ടും ഇങ്ങോട്ട് എത്തി. അപ്പോൾ ഓരെ കാത്തിക്കണം ഇവിടെ കുറച്ച് നേരം. അതിൻ്റെ അടുത്ത് തന്നെയുള്ളൊരു ചെറിയൊരു നിസ്കാര പള്ളിയാട്ടത്. ഇതിൻ്റെ വലിപ്പം നോക്കുകയാണ്. ചെറുത് വെച്ചാൽ അത്രയും ചെറുത്, നമ്മളെ ഒരു 1.5 ഹൈറ്റ്. പിന്നെ അവിടെയൊക്കെ കാണുന്ന കോഫി ഷോപ്പുകളൊക്കെയാണ്, ചെറിയ ചെറിയ കോഫി ഷോപ്പുകൾ, ഐസ്ക്രീമിൻ്റെ ഷോപ്പ്. ഇവിടെ ചെറിയ മാറ്റങ്ങളൊക്കെ വന്നിക്കണേ. നമ്മൾ ആദ്യം വന്നൊന്നും ഇവിടെ ഇങ്ങനെ ഇല്ലായിരുന്നു. സൺസെറ്റ് ഉണ്ടല്ലേ, സൂര്യനത് അവിടെ നിന്ന് അസ്തമിക്കാൻ പോകണം. ഇതെന്ത് കാര്യമാണ് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയോ? പിന്നെ അറിയുന്നുണ്ടെങ്കിലൊന്ന് പറയും. പിന്നെ ഞാനിപ്പോൾ ഇത് ആദ്യമായിട്ടാണ് ഇങ്ങനെ കാണുന്നത്. ഈ മരം ഞാൻ കണ്ടിട്ടുണ്ട് ഒരുപാട് ടൈമിൽ. അതിൻ്റെ ചോട്ടാണ് ഇപ്പം നിൽക്കണത്. പിന്നെ സൗണ്ട് കേൾക്കേണ്ട അറിയില്ല. പുറത്ത് കൂടെ റോട്ടിൽ കൂടെ വണ്ടികളൊക്കെ പോകുന്നുണ്ട്, അതുകൊണ്ട് ഒച്ചപ്പാടൊക്കെ ഉണ്ടാവും. നല്ല തണുത്ത വെള്ളമുണ്ട്. അപ്പോൾ തണുത്ത വെള്ളം കുടിക്കില്ല, കുറച്ച് കണ്ടേ കുടിക്കുള്ളൂ. പല്ല് കുളിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും തണുപ്പൊന്ന് പോട്ടെ, എന്നിട്ട് കുടിക്കാം. അതിൻ്റെ അടുത്ത് തന്നെ മറ്റേതാ, എന്താ അതിനൊക്കെ ഒരു പേരുണ്ട്, ഞാനും മറന്നല്ല. പിന്നെ ഒരുപാടുണ്ട്. ഇതൊക്കെ ഇവിടെ ചെടിയായിട്ട് ഡിസൈൻ ഉണ്ടാക്കിയതാണ്. ഇപ്പോൾ ഇത് പെട്ടെന്ന് വളരും ചെയ്യും കേട്ടോ, വെള്ളം ഉണ്ടെങ്കിൽ. ഞാൻ ഒരാളത്തിന് കുറച്ച് അങ്ങനെ ഉള്ളിലേക്കൊക്കെ ഒന്ന് പോയോ കേട്ടോ, ഇവിടെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാകുന്നുള്ളത്. പിന്നെ വിളിക്കുമ്പോൾ പറഞ്ഞ ബസ്സിലെന്നൊക്കെ പറയുന്നുണ്ട്. കുറേ നേരം ബസ്സിൽ നിന്ന് പറിച്ചു തുടങ്ങിയിട്ട് ഇങ്ങോട്ട് എത്തുന്നില്ല. നമ്മളെ പോസ്റ്റ് ആവുമെന്ന് അറിയില്ല, പറയാൻ പറ്റില്ല. അപ്പോൾ ഇവിടെയൊക്കെ നല്ല നെണ്ടളെ കാണുന്നുണ്ട് കേട്ടോ, നെണ്ട് ഒരുപാടുണ്ട്. പിന്നെ കാണുമ്പോഴൊക്കെ കല്ലിനടിക്ക് ഒളിച്ച് വെക്കുകയാണ്. പിന്നെ മണ്ണൊക്കെ താകാൻ പറ്റണില്ല, അപ്പോൾ നേരെ ഒരു കല്ലിനടിക്കാണ് പോണത്. പിന്നെ അതേപോലെ മറ്റേ കക്കയും നല്ല ഉണ്ട്, കക്കയും കല്ലുമ്മക്കായ ചെറുതളൊക്കെ ഉണ്ട്. അതൊക്കെ ഈ കല്ലിനടിയൊക്കെ നല്ല ഉണ്ട്. അത് പിന്നെ പൊതുവേ നമ്മൾ കല്ലിൻ്റെ അവിടെയൊക്കെ കാണുന്ന സാധനങ്ങളാണ്. കക്ക പിന്നെ മണലും ഉണ്ടാവും. പിന്നെ നല്ല സ്പീഡിലാണ് ബോട്ട് വരുന്നുണ്ടല്ലോ, എന്ത് സ്പീഡിലാണ് വരുന്നതെന്ന് അറിയാം. എന്തായാലും 100 സ്പീഡിന് മേലെ ഉണ്ടാവും, കാരണം അത്രയും ഇതിലാണ് വരുന്നത്. അപ്പോൾ കേസ് ഞാൻ ബീച്ചൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്.
ഇപ്പോൾ വേലിയിറക്കത്തിൻ്റെ ടൈമാന്ന് തോന്നുന്നുണ്ട്. കാരണം അവിടെ നിന്നൊക്കെ ഇപ്പോൾ വെള്ളം കൊണ്ട് ഇറങ്ങി പോകുന്നതാണ്. അവിടെ 2 കളർ കണ്ടില്ലേ. അപ്പോൾ അത്രയും ഏരിയയിൽ ഇങ്ങനെ വെള്ളം ഇറങ്ങി പോകുന്നിരിക്കണം. പിന്നെ ഇവിടെ ഒന്നും നിലത്തിതാട്ടോ, പാറയാണ്, മണലൊന്നുമല്ല. കാലൊക്കെ പെട്ടെന്ന് മുറിയാവും. പക്ഷെ നമ്മൾ വെള്ളം ഉണ്ടാകുമ്പോൾ കാണില്ല. വെള്ളം ഇറങ്ങിയപ്പോഴാണ് ഇതൊക്കെ കാണുന്നത്. കണ്ടില്ല, ഇവിടെ എല്ലായിടത്തും പാറ പൊന്തി കിടക്കണേ. അപ്പോൾ നല്ല മൂർച്ചയുണ്ട്. മറ്റേ കക്കൊക്കെ വന്നിട്ട് കക്കൻ്റെ തോടും പിന്നെ കല്ലമ്പക്കായൻ്റെ ഒരു ഓരം വന്നിട്ട് നന്നായിട്ട്. എന്താ ചെയ്യേണ്ട ഒരു ഗതിയെ. നമ്മൾ ഇരുന്ന് ഒരു വൈക്കായി. ചെക്കന്മാരാണ്, കാണൂല. വിളിക്കുമ്പോഴൊക്കെ അതാണ് ബസ്സിന് ഇവിടെ എത്താനായിന്നറിയാം. വേർത്ത് ഒരു വീടായിക്കണം. ഇന്നിപ്പോൾ കുളിച്ചാലൊന്നും റെഡി ആവുള്ളൂ. അങ്ങനെ അവസ്ഥ. നമുക്ക് വേർത്ത് കുളിച്ച് പിന്നെ എന്താന്ന് പറയാണ്ട് വെച്ചാൽ നമ്മൾ ചെക്കന്മാരെത്തിയിട്ടുണ്ട്. 2 മണിക്കൂറൊക്കെ അവിടെ ഇരുന്നിട്ട് ഓരോ നമ്മളെ പോസ്റ്റാക്കിയതാണ്. ഓരോ ബസ്സിന് കയറിയിട്ട് ബസ് വിളിച്ച് വന്നാണ്. അവിടെ എത്തിയിട്ടുണ്ട്. ഇനിയിപ്പം കാണിച്ചത് അവിടെ ഇരിക്കണ വന്നുങ്ങാണ്ട് ഏതോ കണ്ണാടൻ്റെ അവിടെ ഉണ്ടെന്നൊക്കെ പറഞ്ഞു. കണ്ണാടൻ്റെ അങ്ങോട്ടേക്ക് പോയി നോക്കുന്നുണ്ട്. അതുണ്ടോ ഇല്ലെന്ന് അറിയാമല്ലോ. 2 മണിക്കൂർ പോസ്റ്റാക്കിയതല്ലേ. കണ്ടില്ലേ, അപ്പുറത്തൊരു ഫോട്ടോ എടുക്കാനില്ല. ഫോട്ടോ എടുക്കാനായിട്ട് ജനിച്ചതാണ്. എടാ അങ്ങനെയല്ല, തല കുത്തന ആ കൊലക്കാര. ഞാനിവിടെ ഇരുന്ന് വേർത്ത് കുളിച്ച് ഇങ്ങോട്ട് നോക്ക്. ഹായ്, എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? റാത്തല്ല? എന്താ എന്റെ വിശേഷങ്ങള്? റാത്തല്ല? പോവാനല്ലേ വീട്ടിക്കനെ? സമയമായിട്ടോ മരുവാൻ കൊടുക്കാനായി. നിന്റെ ഫോട്ടോ ആരെടുത്ത് തരിക? എന്നാ കാണിച്ചുതരാ. ഇതൊക്കെ നമ്മളിവിടെ പോസ്റ്റാക്കിയ ആൾക്കാരാണ്. 2 മണിക്കൂറോടെ ഇരുന്ന് പോസ്റ്റാക്കി. നമ്മളെ പറഞ്ഞാൽ മതി. ഇട്ടായി ബാങ്ക് കൊടുക്കാനായിട്ടാ. ഒരു 10 മിനിറ്റ് നമുക്ക് ബീച്ചിൽ ചാടാം. ഒരു വൈബാണ്. ഇതാ പുതിയ അവതാരം ഉണ്ട്, ഫോട്ടോഗ്രാഫർ. ഒരു ഒന്ന് നോക്കുവോ? ഒരു ഫോട്ടോ എടുത്താം. ഓനക്ക് ബൈക്ക് കിട്ടിയില്ലടാ പൊട്ടാദ്യമേടാ. ബ്ലോഗർ ആയതുകൊണ്ടല്ല, ഞാൻ അടിയിൽ ഒന്നും ഇട്ടിട്ടില്ല, അതുകൊണ്ടാണ്. സത്യം പറഞ്ഞു അയക്കണില്ല. അന്റെ ജിമ്മണിക്കില്ല അതിനകത്ത് കട്ട കൊണ്ടപ്പോ ഇങ്ങനെ സാറി വീഡിയോക്ക് വേണ്ടിട്ടല്ല. ഇത് കണ്ടില്ല, ഇന്നെ പോസ്റ്റ് ആക്കിയ ആൾക്കാർ 2 മണിക്കൂർ ഇവിടെ ഇരുത്തിങ്ങാണ്ട് ഇപ്പൊ കടലിക്ക് വിളിക്കാൻ വന്നിട്ട്. ഇപ്പൊ ബാങ്ക് കൊടുക്കുന്നുണ്ട്, അവിടെ നിന്ന് മൈര് ബാങ്ക് കൊടുക്കുന്നുണ്ട്. അവിടെ നിങ്ങാണ്ട് സെൽഫി എടുക്കാൻ വേണ്ടിത്താ. അതിന് മണ്ണിനെ വിളിച്ചെടുത്ത് ഫോട്ടോ എടുക്കണ്ട്. ഞങ്ങൾ കുളിച്ച് കഴിഞ്ഞ ദിവസം 2-3 ആൾക്കാരോട് വരുന്നുണ്ട്. ഞങ്ങൾ കയറിയ ദിവസം വരുന്നത്. പിന്നെ വിട്ടതിൻ്റെ ദിവസം ഞങ്ങൾ കടലിൽ കയറിയതാണ്. വിളിച്ചൊന്നുമില്ലല്ലോ, വന്നിട്ടില്ല. പാവങ്ങൾ 3 ആൾ വന്നിട്ടുണ്ടില്ലേ. ഒരു വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ വൈകുന്നേരം ആയിക്കണമെന്ന് തോന്നുന്നുണ്ട്. കാരണം ഇവിടുത്തെ പിന്നെ ഈ ടൈമിൽ നല്ല ട്രാഫിക്കുമാണ്. അപ്പോൾ ഇവിടുത്തെ ഒന്നും നേരം വെക്കൂലേ. അപ്പോൾ നേരത്തെ ഇറങ്ങണോ? ഒന്നാമത് ഇങ്ങനെ കുളിക്കാനൊക്കെ വരുന്നുണ്ട് നിങ്ങൾ. പിന്നെ രാത്രി കടലിൽ കുളിക്കലൊന്നും അത്ര സേഫും അല്ല. അപ്പോൾ അതേപോലെ ഞങ്ങൾ റിട്ടേൺ വീട്ടിൽ തന്നെ പോവുകയാണ്. പിന്നെ ബസ് സ്റ്റോപ്പൊക്കെ കുറച്ച് നടക്കാനുണ്ട്. അപ്പോൾ ഇനി നേരെ ബസ് സ്റ്റോപ്പൊക്കെ പോവുക. പിന്നെ അവിടുന്ന് നേരെ ബസ് കയറുക. എല്ലാവരും അവനവൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ എല്ലാം ഞാൻ അടുത്ത നല്ല വീഡിയോ ആയിട്ട് വരുന്നതാണ്. അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ആരും മറക്കരുത്.
പിന്നെ ആദ്യം തന്നെ പറയാനുള്ളത് സബ്സ്ക്രൈബ് ചെയ്യുക, അതൊരിക്കലും മറക്കരുത് കേട്ടോ. ഓക്കെ, താങ്ക് യു.